തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ദിവ്യകാരുണ്യം എഴുന്നള്ളിച്ച് വെച്ച് നമ്മൾ 1 മണിക്കൂർ സമയം ലോകത്തിനു വേണ്ടി ദൈവജനത്തിൻ്റെ വേദനകൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. വലിയ അനുഗ്രഹത്തിൻ്റെയും പ്രാർത്ഥനയുടെയും നിമിഷങ്ങളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ നിമിഷങ്ങൾ പാഴാക്കി കളയാതെ ദൈവകൃപ സ്വീകരിക്കുവാൻ നമ്മുടെ മനസ്സും ശരീരമെല്ലാം ഒരുക്കാം. എത്രമാത്രം തകർക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിലും ഈശോ നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയമാണ്. ശാലോം ടെലിവിഷന്റെ മുമ്പിലായിരിക്കുന്നവർ വലിയ ആഗ്രഹത്തോടെയും പ്രതീക്ഷയോടെയും നിങ്ങളുടെ നിയോഗങ്ങൾ ഈശോയുടെ കരങ്ങൾ സമർപ്പിച്ച് നാഥനോട് കൃപ ചോദിക്കാം. ഈ ദിനങ്ങളിലെല്ലാം ശാലോം കുടുംബം പ്രാർത്ഥിച്ചൊരുങ്ങി വലിയ പ്രാർത്ഥനയോടെയാണ് ഈ ആരാധനയിൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ മധ്യസ്ഥം വഹിക്കുന്നത്. അതുകൊണ്ട് അനേകരുടെ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന പിൻബലത്തിൽ നിന്നുകൊണ്ട് ഈ രാത്രിയെ നമുക്ക് അനുഗ്രഹമാക്കാം. കർത്താവിനെ നമുക്ക് ഈ ആരാധനയിലേക്ക് നമുക്ക് ക്ഷണിക്കാം. ഗാനം പാടി ദൈവത്തെ നമുക്ക് ഈ സമയങ്ങൾ സ്വീകരിക്കാം. നമുക്ക് സാധിക്കുമെങ്കിൽ ഇന്ന് എഴുന്നേറ്റ് നൽകാം. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്ന സമയമാണ്. ജീവിതം മുഴുവനും നമ്മുടെ രക്ഷയുടെ അടുത്തേക്ക് ഒന്ന് ചേർത്ത് വെക്കാം. ഞാൻ സകല മർത്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായ എന്തെങ്കിലുമുണ്ടോ? ദൈവത്തിന് എല്ലാ കാര്യങ്ങളും സാധിക്കും. വിശ്വാസമുണരുന്ന രാത്രി, അനുഗ്രഹം പ്രാപിക്കുന്ന രാത്രി, നാഥ നീ എന്നെ സന്ദർശിക്കണമേ. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ എന്നുള്ള ആഗ്രഹത്തോടെ യേശുവിനെ നമുക്ക് വിളിക്കാം. എത്രത്തോളം എളിമയോടെ ഹൃദയം ഉറങ്ങി നമുക്ക് ഈശോയെ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കാം. ദൈവ കുഞ്ഞാടേ, ആത്മനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനേ, ജീവനാഥനേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിക്കാമോ? വലിയ ആഗ്രഹത്തോടെ ഈശോയെ സ്തുതിക്കാം. സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. കരങ്ങളൊന്ന് വീശി ആരാധിക്കുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു, ഈശോയെ ആരാധിക്കുന്നു. ഹാലേ 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 ഹല്ലേലൂയ, ഹാലേ ഹാലേ ഹല്ലേലൂയ, ഹല്ലേലൂയ
ഈശോ എന്ന് വിളിക്കാമോ? യേശുവേ, കർത്താവേ, എൻ്റെ രക്ഷകനായ ഈശോയെ, ഹൃദയം തകർന്ന ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ വിളിക്കുന്നു. അപ്രാപ്യമായൊരു ഭാരം നിന്നെ കയറ്റണമേ. എൻ്റെ രക്ഷയുടെ അടയാളമേ, എൻ്റെ വിമോചകനായ ഈശോയെ, അങ്ങേയറ്റം തകർന്ന ഹൃദയത്തോടെ ഞാൻ നിന്നെ വിളിക്കുന്നു. നീ എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ എന്നുള്ള ആഗ്രഹത്തോടെ, ഹൃദയം നിറഞ്ഞ വിശ്വാസത്തോടെ സ്വതന്ത്രമായി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ, ആമേൻ യേശുനാഥാ, ആമേൻ, ആമേൻ ദൈവപുത്ര, ആമേൻ, ആമേൻ സർവശക്ത നിത്യപിതാവേ. ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു. കരങ്ങൾ രണ്ടു പോയി തുറന്ന് സ്വതന്ത്രമായി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിനെ വിളിക്കാം. അവിടെ നമ്മുടെ അരികിൽ ഇതാ നിൽക്കുക. എൻ്റെ മകനെ, എൻ്റെ മകളെ, ഞാൻ നിനക്ക് വേണ്ടിയാണ് ഈ രാത്രിയിൽ ഈ ഭൂമിയിൽ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ദിവ്യകാരുണ്യമായി നിന്നെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ഇതാ ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. ഇതാ കർത്താവ് നമ്മുടെ അരികെ ഉള്ളപ്പോൾ നമ്മൾ അവിടുത്തെ വിളിക്കണം. യേശുവേ, എൻ്റെ രക്ഷക എന്ന് ഏറ്റു പറയാമോ? യേശുവേ, എൻ്റെ രക്ഷക, എൻ്റെ വിമോചക, അങ്ങയുടെ പരിശുദ്ധ നാമത്തെ ഞാൻ വിളിക്കുന്നു. എൻ്റെ ആശ്രയമേ, എൻ്റെ സഹായമേ, എന്നെ തിരഞ്ഞെടുത്തവനെ, അമ്മയുടെ ഗർഭത്തിൽ എന്നെ സൃഷ്ടിച്ചവനെ, ഞാൻ ഉണ്ടാകുന്നതിന് മുമ്പ് എൻ്റെ രൂപം കണ്ടവനെ, ഞാനിപ്പോൾ ആയിരിക്കുന്ന അവസ്ഥ പൂർണ്ണമായി മനസ്സിലാക്കുന്നവനെ ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, എൻ്റെ രക്ഷക, യേശുവേ, എൻ്റെ മോചക, ഹൃദയം ചേർത്ത് വെച്ചൊന്ന് പാടാമോ? യേശുവേ, എൻ്റെ രക്ഷക, യേശുവേ, എൻ്റെ മോചക, ആരാധിക്കുന്നു ഞങ്ങൾ, ആരാധിക്കുന്നു ഈശോയെ, ആരാധിക്കുന്നു, തുറന്ന മിഴികളോടെ ആരാധിക്കുന്നു അവിടുത്തെ നമുക്ക് നോക്കാം. ഞങ്ങൾ, ആരാധിക്കുന്നു നാഥാ, എൻ്റെ ഈശോയെ, ആരാധിക്കുന്നു. കർത്താവിനെ അല്പസമയം നമുക്കൊന്ന് സ്തുതിക്കാം ശാന്തമായി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ എവിടെയാണോ അവിടെ ഇരുന്നു കൊണ്ട് ദൈവത്തെ ഒന്ന് വിളിക്കുക. ഹൃദയം കൊണ്ട് നിങ്ങളുടെ നാവുകളൊന്ന് ചലിക്കട്ടെ. ഈശോയോടൊന്ന് സംസാരിച്ച്, കർത്താവേ, ഞാനങ്ങയെ സ്നേഹിക്കുന്നു, ഞാനങ്ങയെ ആരാധിക്കുന്ന ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുന്ന ദൈവമേ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ ജാഗരണ പ്രാർത്ഥനയിലൂടെ എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം നൽകുന്ന, എന്നെ ആശ്വസിപ്പിക്കാൻ എൻ്റെ അടുത്തേക്ക് വന്ന പരിശുദ്ധ
പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും പുകഴ്ചയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ അനുഗ്രഹീത ശുശ്രൂഷയിൽ അങ്ങയുടെ വചനം കേട്ട് അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ എൻ്റെ ഹൃദയങ്ങളോട് മന്ത്രിക്കുന്ന, എൻ്റെ ജീവിതത്തെ ആരാധനയിലേക്ക് അടുപ്പിക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാന്തമായി സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. തുടർന്നുള്ള ഏതാനും സമയങ്ങളിൽ നമ്മുടെ വേദനകൾ ദൈവസന്നദ്ധിയിൽ യാചനകളായി ശാലോം സമർപ്പിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഒരു മണിക്കൂറാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും നമ്മുടെ ജീവിതത്തെ കർത്താവിനോടൊന്ന് ചേർത്ത് വയ്ക്കാം. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ ദൈവം നൽകിക്കൊണ്ടിരിക്കുന്ന സാക്ഷികൾ ധാരാളം ശാലോമിൻ്റെ ഓഫീസിലേക്ക് വരുന്നുണ്ട്. നന്ദി ദൈവമേ. അതിലേതാനും ചില സാക്ഷ്യങ്ങൾ വായിച്ച് അവരുടെ ജീവിതത്തിൽ ഇടപെട്ട ആ അനുഭവങ്ങൾ വായിച്ച് കേട്ട് വിശ്വാസവർദ്ധനവോടെ നമുക്ക് ദൈവത്തിൽ ശരണപ്പെടാം. ഏറെ നന്ദിയോടെ നമുക്ക് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കാം. മനസ്സുകളെ ശാന്തമാക്കാൻ ദൈവം ഇടപെടും. ആ ബോധ്യം നമുക്ക് ഉറപ്പിക്കാം. സ്നേഹമുള്ളവരെ, കണ്ണൂരിൽ നിന്നും തോമസ് എന്ന ഒരു സഹോദരൻ ശാലോമിലേക്ക് നന്ദി അറിയിച്ച ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ ദൈവസന്നിധിയിൽ വായിച്ചു കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട ശാലോം പ്രയർ ഗ്രൂപ്പ് അറിയുവാൻ, എൻ്റെ സഹോദരൻ ടോമിയുടെ കാൽ പ്രമേഹം മൂലം മുറിക്കാൻ വേണ്ടി ഡോക്ടർമാർ അഡ്മിറ്റ് ആകാൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആദ്യ വെള്ളിയാഴ്ചത്തെ നൈറ്റ് വിജിൽ പ്രാർത്ഥനയ്ക്ക് ഈ വിഷമം പറഞ്ഞുകൊണ്ട് ഞാൻ കത്തയച്ചിട്ടുണ്ടായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ കാലിലെ മുറിവുണങ്ങി, സുഖപ്പെട്ടു. കാൽ നിലത്ത് കുത്തി നടക്കുവാൻ തുടങ്ങി. സ്തോത്രം. സുഖപ്പെടുത്തിയ ഈശോയ്ക്കും പ്രാർത്ഥിച്ച ശാലോമിനും കോടാനുകോടി നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് ഇതുപോലൊരു ആരാധനയുടെ സമയത്ത് കണ്ണൂരുള്ള സഹോദരൻ തൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ്റെ കാല് മുറിച്ചു മാറ്റുവാൻ ഡോക്ടർ പറഞ്ഞപ്പോൾ ഈശോയോട് ശാലോം ജാഗരണ പ്രാർത്ഥനയിലേക്ക് കത്തയച്ച് പ്രാർത്ഥന സഹായം ചോദിച്ചതിൻ്റെ ഫലമായി ഈശോ ആ സഹോദരൻ്റെ സുഖപ്പെടുത്തിയ ദൈവ അനുഭവമാണ് നമ്മൾ കേട്ടത്. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നന്ദി പറയും. ഈ നൈറ്റ് വിജിൽ രാത്രി അനുഗ്രഹത്തിൻ്റെ രാത്രിയാകുന്നത് അത്ഭുതങ്ങളുടെ രാത്രിയായി മാറുന്ന സമയമാണിത്. ജീസസ്. നമ്മുടെ രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. ഈശോയെ. ഈ ശുശ്രൂഷയിലൂടെ ദൈവം ചെയ്തുകൊണ്ടിരിക്കുന്ന കോടാനുകോടി നന്മകളെ നമുക്ക് ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. നന്ദി പറഞ്ഞു ആരാധന. രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമേ, ദൈവം ഈ ശുശ്രൂഷകളെ ചെയ്തുകൊണ്ടിരിക്കുന്ന കഴിഞ്ഞ നാളുകളിൽ, അത്ഭുതകരമായ വിടുതലിനെ ഓർത്ത് നന്ദി കഴിഞ്ഞ പറഞ്ഞുകൊണ്ട് മാസങ്ങളിൽ പാട്ടുപാടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ശുശ്രൂഷയിലൂടെ ഹല്ലേലൂയ, ചെറിയ വലിയ ഹല്ലേലൂയ. കാര്യങ്ങളെ സ്തുതിക്കാം. ഓർത്ത് ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം ഏകമനസ്സോടെ കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി ദൈവം പറയുന്നു. ഇന്ന് ജീവിക്കുന്നു. അത്ഭുതകരമായ ദൈവിക ഹല്ലേലൂയ, കൃപകളെ ഓർത്ത് ഹല്ലേലൂയ. ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, കൈകളടിച്ച് പാടി ആരാധിക്കാം. സ്തുതിക്കുന്നു, ദൈവം ചെയ്യുന്ന പ്രവൃത്തികൾക്കായി, മഹത്വപ്പെടുത്തുന്നു കർത്താവേ. സൗഖ്യത്തിനായി, വിമോചനത്തിനായി നന്ദി കർത്താവേ. സ്തോത്രം. ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്ന ദൈവമേ. കഴിയും യേശുവിന്, സകലവും കഴിയും യേശുവിന്. ഉദ്ദേശമൊന്നും അസാധ്യമല്ല, യേശുവിനെല്ലാം സാധ്യമേ. ഉദ്ദേശമൊന്നും അസാധ്യമല്ല, യേശുവിനെല്ലാം സാധ്യമേ. ഓ സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. വലിയ ആനന്ദത്തോടെ ശാലോം നൈറ്റ് വിജയ ദൈവം പ്രവർത്തിക്കുന്ന അനുഗ്രഹത്തിന്റെ ദിനമാക്കി മാറ്റുന്നതിനെ ഓർത്ത്, ഈശോ, ദൈവം തൊടുന്നതിനെ ഓർത്ത് നന്ദി.
ദൈവം സൗഖ്യം നൽകുന്നതിനെ ഓർത്ത് നമുക്ക് ആരാധിക്കാം. നന്ദി. എത്രമാത്രം നന്ദി പറഞ്ഞാലും മതി വരില്ല കർത്താവേ. സ്തോത്രം. അവിടുന്നാണ് ഞങ്ങളുടെ ദൈവമെന്ന് ഈ അനുഭവ സാക്ഷ്യത്തിലൂടെ ഞങ്ങൾ ഉറച്ച് വിശ്വസിച്ച് ഞങ്ങൾ എന്നെ ആരാധിക്കുന്നു. ഹല്ലേലൂയ. ആ ദൈവത്തിന് എന്നെയും അനുഗ്രഹിക്കാൻ കഴിയുമെന്നുള്ള ബോധ്യത്തോടെ നമുക്ക് ആരാധിക്കാം. വിശ്വസിക്കുന്നു കർത്താവേ. വലിയ ആനന്ദത്തോടെ, വലിയ പ്രതീക്ഷയോടെ നമുക്ക് ആരാധിക്കാം, നന്ദി അർപ്പിക്കാം. രോഗങ്ങൾ മാറ്റാൻ കഴിയും, ഭാരങ്ങൾ അകറ്റാൻ കഴിയും, നിന്ദകൾ നീക്കാൻ കഴിയും, കഷ്ടത മായ്ക്കാൻ കഴിയും. രോഗങ്ങൾ മാറ്റാൻ കഴിയും, ഭാരങ്ങൾ അകറ്റാൻ കഴിയും, നിന്ദകൾ നീക്കാൻ കഴിയും, കഷ്ടതകൾ അകറ്റാൻ കഴിയും. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. കരങ്ങൾ ഉയർത്തി അടിക്കാം. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സാധ്യമേ, സാധ്യമേ, യേശുവിനെല്ലാം സാധ്യമേ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവിനെല്ലാം സാധ്യമേ. യേശുവിനെല്ലാം സാധ്യമേ. സ്നേഹമുള്ളവരെ, നമ്മളിപ്പോൾ വായിച്ചു കേട്ട കത്തിൽ പറഞ്ഞതുപോലെ ഡോക്ടർ ഒരു ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് തന്ന അവസ്ഥയിലായിരിക്കാം ഈ നൈറ്റ് വിജിൽ നാം പങ്കെടുക്കുന്നത്. നമ്മുടെ വിഷമങ്ങൾ, പ്രയാസങ്ങളെ സഹോദരൻ സമർപ്പിച്ചതുപോലെ ഈശോയുടെ പക്കലേക്ക് ഉയർത്താം. കരങ്ങളൊന്ന് യാചനയോടെ പിടിക്കാം. എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ ശാലോം നൈറ്റ് വിജിലിനോട് ചേർന്ന് വലിയ ഭാരപ്പെട്ടും ഭയപ്പെട്ടും ഒരു ഓപ്പറേഷന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, ഓപ്പറേഷന് വേണ്ടി ഡേറ്റ് കിട്ടി ഭയപ്പെട്ട് കഴിയുന്നവർ, അതെങ്ങനെ മുന്നോട്ട് പോകും, മാരകമായ രോഗത്തിന് അടിമപ്പെട്ട് എൻ്റെ കുടുംബത്തിൽപ്പെട്ടവരായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം, നമ്മൾ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കാം. കർത്താവേ, അങ്ങനെയുള്ള വ്യക്തികൾ ഈ സമയങ്ങളിൽ ചേർത്ത് വെക്കാമോ? ഈ ദിവ്യഗാനത്തോട് ചേർത്ത് വെക്കാം. കരങ്ങൾ ഈശോയുടെ പക്കലേക്കൊന്ന് യാചനയോടെ നീട്ടാമോ? കർത്താവേ, അവിടെ നിന്റെ മക്കളെ സുഖപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ദിവ്യവൈദ്യനായ യേശുവേ, അങ്ങാണല്ലോ ഡോക്ടർ, അങ്ങാണല്ലോ ദിവ്യവൈദ്യൻ. അങ്ങൊന്ന് തൊട്ടാൽ അവർ സൗഖ്യം പ്രാപിക്കും. അങ്ങയുടെ മക്കൾ അവകാശത്തോടെ പിതാവേ, അങ്ങയുടെ പുത്രനെ ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക. സഹായിക്കണമേ, സൗഖ്യപ്പെടുത്തണമേ, ഭാരങ്ങൾ മാറിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്ന് ദൈവത്തെ സ്തുതിച്ച് ഈ കാര്യങ്ങളിൽ ദൈവം ഇടപെടുന്ന ഇതുപോലെ വേദന അനുഭവിക്കുന്ന നിങ്ങളുടെ വേദനകൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി ഒന്ന് നന്ദി പറഞ്ഞ് സ്തുതിക്കാം. രോഗികൾക്ക് വേണ്ടി, എന്റെ ദൈവമേ, എല്ലാം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. സുഖമാക്കണേ, സുഖമാക്കണേ, ഈശോയെ സുഖമാക്കണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ രാത്രിയിൽ ഈ ജാഗരണ പ്രാർത്ഥനയിൽ നമ്മൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന സമയമാണ്. ലോകത്തിലുള്ള അനേക മക്കൾ തങ്ങളുടെ താമസ സ്ഥലങ്ങളിലിരുന്ന്, ഭവനങ്ങളിലിരുന്ന്, യാത്രയിലൊക്കെ ആണെങ്കിൽ ആ യാത്രയിൽ കർത്താവിൻ്റെ വചനം കേൾക്കുകയും ഈ പ്രാർത്ഥനയോട് ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സമയമാണ്. ഈ ദിനങ്ങളിൽ ധാരാളം പ്രാർത്ഥനാ അപേക്ഷകൾ ശാലോമിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനാ മിനിസ്ട്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുക. ഈ സമയങ്ങളിലും ഫോണുകൾ നിർത്താതെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ധാരാളം മക്കൾ തങ്ങളുടെ പ്രാർത്ഥനകളും യാചനകളും നിയോഗങ്ങളും സമർപ്പിക്കുന്നു. നമുക്കും അവരോട് ചേർന്ന് ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഇവിടെ ഏതാനും നിയോഗങ്ങൾ നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ വേദനകളും
നമ്മുടെ നിയോഗങ്ങളും നമ്മുടെ ആവശ്യങ്ങളും എല്ലാം ഈ പ്രാർത്ഥനയോട് ചേർത്ത് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. അതോടൊപ്പം ലോകം മുഴുവനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു വേദനയിലൂടെ കടന്നു പോകുന്ന ഈ രാത്രിയിൽ ഈ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന അനേക മക്കൾക്ക് വേണ്ടി നമ്മൾ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് ഒത്തിരി സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം. ഫോണിലൂടെ, ഇമെയിലിലൂടെ, വാട്സപ്പിലൂടെയൊക്കെ നിയോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. നമുക്കിതിലേതാനും ചില നിയോഗങ്ങൾ സമർപ്പിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കാം. ഒരു സഹോദരി പങ്കുവെക്കുന്നത് ഇപ്രകാരമാണ്: ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിലൂടെയാണ് കടന്നു പോകുന്നത്. മാനസികമായി ഞാൻ തകർന്ന അവസ്ഥയിലാണ്. എനിക്ക് നല്ല ഒരു കരിയർ പോലും ഇല്ല. തെറ്റായ തീരുമാനങ്ങൾ കാരണം ജോലിയില്ല. എനിക്കെല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കാരണം മാനസികമായി ഞാൻ തകർന്നു. എൻ്റെ കൂടെയുള്ള എല്ലാവരുടെയും ലൈഫ് സെറ്റായി. പക്ഷേ ഞാൻ മാത്രം ഒരിടത്തും എത്തിയില്ല. എല്ലായിടത്തും ഞാൻ തോറ്റുപോയി. എല്ലാവരെയും എനിക്ക് നഷ്ടമായി. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമോ? നല്ലൊരു ജോലിക്ക് വേണ്ടി എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമോ? എവിടെ തുടങ്ങണമെന്ന് പോലും എനിക്കറിയില്ല. പ്രിയപ്പെട്ടവരെ, ഈ സഹോദരിക്ക് വേണ്ടി നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. തകർന്ന മാനസികാവസ്ഥയിലൂടെ ഈ മകൾ കടന്നു പോകുന്നു. ആരും സഹായിക്കുവാനില്ലാത്ത അവസ്ഥ. കൂടെയുള്ളവര് ഒരുപക്ഷെ കുടുംബാംഗങ്ങളായിരിക്കും, കൂട്ടുകാരായിരിക്കും, പ്രിയപ്പെട്ടവരായിരിക്കും. അവരുടെയൊക്കെ കുറ്റപ്പെടുത്തലുകൾ ഈ മകൾ കേൾക്കുന്നു. ഈ മകളെ നമുക്ക് ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. അവൾ അനുഭവിക്കുന്ന ഏകാന്തതകളും, എവിടെ തുടങ്ങണം, എവിടെ ഇനി ആരംഭിക്കണം, ജീവിതം വഴിമുട്ടിയ ഒരവസ്ഥ. എന്നാൽ ഈശോ ഈ രാത്രിയിൽ ദിവ്യകാരുണ്യത്തിൽ നിന്നും അവിടുത്തെ ശക്തി ഈ നിമിഷങ്ങളിലും മകളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. കർത്താവിൻ്റെ വചനം നമുക്ക് ഓർക്കാം. രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. ഈ നിലവിളിയുടെ മുൻപിൽ കർത്താവ് ഇറങ്ങി വരും. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ വീട്ടിൽ ഏകാന്തതയിൽ കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. ഈ പ്രാർത്ഥനയോട് ചേർന്ന് ഇതുപോലുള്ള അനുഭവത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കും. ജീവിതത്തിൽ ഒരുപാട് പഠിച്ചു, എന്നാൽ ജോലി കിട്ടിയില്ല. ജോലിക്ക് പോയി, പക്ഷെ അവിടെ നിലനിൽക്കാൻ സാധിക്കുന്നില്ല. എല്ലാവരാലും ഒറ്റപ്പെടുത്തുന്ന അവസ്ഥ, കുറ്റപ്പെടുത്തലും ആത്മം കേൾക്കുന്ന അവസ്ഥ. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഈ രാത്രിയിൽ നിന്റെ വേദനയെയും നിന്റെ കണ്ണുനീരിനെയും കർത്താവ് കാണുന്നുണ്ട്. കണ്ണീരോടെയാണ് അവർ വരുന്നത്. എന്നാൽ ഞാൻ അവരെ ആശ്വസിപ്പിച്ച് നയിക്കും. രണ്ട് കരങ്ങളും ദിവ്യകാരുണ്യ സന്നിധിയിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കാം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. ബർത്തിമേയൂസ് വിളിച്ചു പറഞ്ഞതുപോലെ, കർത്താവേ, ദാവീദിന്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് ഈ രാത്രിയിൽ നമുക്ക് ഉറക്കെ നിലവിളിക്കാം. നമ്മുടെ നിലവിളിയുടെ മുൻപിൽ, നമ്മുടെ കണ്ണുനീരിന്റെ മുൻപിൽ സ്വർഗ്ഗം ഇടപെടും. കർത്താവ് ഇറങ്ങി വരും. ഒരുമിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, ഈ മകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ കണ്ണീരിൽ കുതിർന്ന ജീവിതങ്ങളെ, ഈശോയെ, നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുന്ന അനേക മക്കളെ, ഇപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോൾ പ്രാർത്ഥന ചോദിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളെ അങ്ങയുടെ തിരുമുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ആരാധിക്കുന്നു. കർത്താവേ, എന്റെ യേശുവേ, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടുന്ന് കടന്നു വരണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരണമേ. ഞങ്ങളുടെ ഏകാന്തതയിലേക്ക് കടന്നു വരണമേ. ഈശോ, ഈശോ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, എന്റെ കർത്താവേ, കനിയേണമേ, എന്നിൽ കനിയേണമേ. കർത്താവേ, എന്റെ കർത്താവേ, കനിയേണമേ, എന്നിൽ കനിയേണമേ. ഞങ്ങളോട് അലിവ് കാണിക്കുന്ന, ഞങ്ങളെ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ദൈവമേ, ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയെ നോക്കി ആരാധിക്കുന്ന ദൈവമേ, അങ്ങയെ അറിഞ്ഞതാണ് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യമെന്ന്, അങ്ങയുടെ രക്ഷയാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിധിയെന്ന്
ഈശോയെ ഞങ്ങൾ ഈ രാത്രിയിൽ ഒരുമിച്ച് ഏറ്റുപറയും ദൈവമേ. ദൈവമേ, വിശുദ്ധ തോമാസ് ലീഹായിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളുടെ മാതാപിതാക്കളോടും പൂർവികരോടും സംസാരിച്ചുകൊണ്ടാണല്ലോ ദൈവമേ ഞങ്ങൾ ഈ രക്ഷയിലേക്ക് വന്നത്. ഇല്ലെങ്കിൽ ഞങ്ങൾ ഈ രാത്രിയിൽ അങ്ങയുടെ മുമ്പിൽ ഉണ്ടാകുമായിരുന്നു എന്ന് തോന്നുന്നില്ല കർത്താവേ. അവിടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരുടേതല്ലാത്ത കാരണത്താൽ ഇന്നും അന്ധവിശ്വാസങ്ങളിലും അനാചാരങ്ങളിലും കുടുങ്ങിക്കഴിയുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി കർത്താവേ ആത്മാവിൽ ഐക്യപ്പെട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരങ്ങേ അറിഞ്ഞിരുന്നതിൽ, അവർ അങ്ങേ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അങ്ങേ സ്നേഹിച്ചേനെ കർത്താവേ. അങ്ങയുടെ സഭയെ ചേർത്ത് പിടിച്ചേനെ കർത്താവേ. കർത്താവെ, അവർ അങ്ങേക്ക് വേണ്ടി ധീരതയോടെ സാക്ഷ്യം വഹിച്ചേനെ ദൈവമേ. ആകയാൽ ഞങ്ങളുടെ ഇടവകകളിൽ, അയൽവക്കങ്ങളിൽ, ചുറ്റുപാടുകളിലുള്ള എല്ലാ ജാതി മതസ്ഥർക്കും വേണ്ടി രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ മുമ്പിലേക്ക് കരങ്ങൾ ഉയർത്തുന്ന കർത്താവേ, ഞങ്ങൾ അറിഞ്ഞ ഈ സ്നേഹം, ഞങ്ങൾ അറിഞ്ഞ ഈ രക്ഷ അവരും അറിയട്ടെ കർത്താവേ. ആരും നശിച്ചു പോകാതെ എല്ലാവരും നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടിയാണല്ലോ നീ ഇറങ്ങി വന്നത് ദൈവമേ. നഷ്ടപ്പെട്ടു പോയ ഇതിനെ കണ്ടെത്തി രക്ഷിക്കാൻ വന്ന കർത്താവേ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങൾ അങ്ങയുടെ ജനത്തെ സമർപ്പിച്ച് ജാതി സമൂഹങ്ങൾക്ക് വേണ്ടി, നീ സ്നേഹിക്കുന്ന അത്രൈസ സമൂഹങ്ങൾക്ക് വേണ്ടി രണ്ട് കരങ്ങൾ ഉയർത്തി ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരിലേക്ക് നിന്റെ രക്ഷ വ്യാപിക്കട്ടെ. അവർക്ക് നീ നിന്നെ തന്നെ വെളിപ്പെടുത്തണമേ. ഈ രാത്രിയിൽ അനേകർക്ക് നീ ദർശനം നൽകണമേ കർത്താവേ. അവരുടെ മനസ്സങ്ങിലേക്ക് തിരിയട്ടെ. ഞങ്ങൾ അറിഞ്ഞ ഈ സ്നേഹം അവരും അറിയട്ടെ കർത്താവേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അതിനുവേണ്ടി ഞങ്ങൾ അങ്ങ് ആരാധിക്കുന്നു ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. കരങ്ങൾ അടിച്ച് വിശ്വാസത്തോടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. കണ്ടിടട്ടെ. ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. പരിശുദ്ധ പരമദിവികാരുണ്യ ഈശോയ്ക്ക് ആരാധനയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദയവായി കർത്തൃസന്നിധിയിൽ നമുക്ക് ഇന്ന് എഴുന്നേറ്റ് നിൽക്കാം. ഒരു അനുഭവ സാക്ഷ്യം വായിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കോട്ടയത്തു നിന്നും ഗ്രേസി വർഗീസ് തൻ്റെ മകൾ ദീപയുടെ ജീവിതത്തിൽ നൽകിയ, കർത്താവ് നൽകിയ അനുഗ്രഹത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള കത്താണ്. എൻ്റെ മകളുടെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും കുഞ്ഞുങ്ങളില്ലായിരുന്നു. ഞാൻ എൻ്റെ മകളുടെ വേദനകൾ ഷാലോം നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ട് ആരാധനയിൽ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 19 വർഷം കുഞ്ഞുങ്ങളില്ലാതിരുന്ന എൻ്റെ മകൾക്ക് നൈറ്റ് വിൽ ശുശ്രൂഷയിലൂടെ നന്ദി ദൈവമേ. കുഞ്ഞിനെ നൽകി ഈശോ അനുഗ്രഹിച്ചു. സ്തുതിക്കുന്നു, കരങ്ങളടിച്ച് ദൈവത്തിന് മഹത്വം നൽകാം. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. അവൻ്റെ പക്കലേക്ക് ഈ സഹോദരിയുടെ ജീവിതത്തെ അനുഗ്രഹിച്ച ദൈവം വലിയവനാ. കർത്താവേ, വിവാഹം കഴിഞ്ഞിട്ടും വർഷങ്ങളായി കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്ന ഒരുപാട് മക്കളുടെ നൊമ്പരങ്ങൾ ഈ രാത്രിയിൽ നിന്റെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുകയാണ്. ചേർത്ത് പിടിക്കുന്നു. മനുഷ്യരുടെ ഇടയിലുണ്ടായിരുന്ന അപമാന ഭാരം നീക്കി കളയുവാൻ കർത്താവേ, അവിടുന്ന് അവരുടെ പ്രാർത്ഥനയ്ക്ക് നീ ഉത്തരം നൽകണമേ. നൽകണമേ. എലിസബത്തിനെ അനുഗ്രഹിച്ചതുപോലെ അവരുടെ കണ്ണുനീരിന് നീ ഉത്തരം നൽകണമേ. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ പക്കലേക്ക് നമ്മുടെ കരങ്ങളും നീട്ടിപ്പിടിക്കാം. ഇതാ ഞങ്ങൾ ഉയർത്തുന്നു. ഒരുപക്ഷെ നമ്മുടെ കുടുംബത്തില്, ഒരുപക്ഷെ നമ്മൾ തന്നെ ആയിരിക്കാം കുഞ്ഞുങ്ങളില്ലാത്ത മക്കളില്ലാതെ വിവാഹ ജീവിതം ഏകാന്തതയിലും ശൂന്യത്തിലുമായി കടുത്ത നിരാശയിൽ മനുഷ്യരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ പതറി നിൽക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ടവര് ആര് തന്നെ ആയിക്കോട്ടെ, ഈശോയെ ഈ നൈറ്റ് വിതിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതങ്ങളിൽ ഈശോ തൊടും. വിശ്വസിക്കുന്നു. നമുക്ക് കർത്താവിനെ വിളിക്കാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഈ രാത്രിയിൽ നീ ഇവരെ അനുഗ്രഹിക്കണമേ. ആമേൻ. കുഞ്ഞുങ്ങളില്ലാതെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ നൈറ്റ് വിതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആശീർവദിക്കണം. തന്റെ ദാസന്മാരുടെ കരമൊന്ന് ഉയർത്തണം. മാതാപിതാക്കളുടെ നിലവിളിക്ക് നീ ഉത്തരം നൽകണമേ. ഉണ്ടാകട്ടെ എന്ന എന്റെ വാക്ക് തമ്പുരാനെ, നിന്റെ കരങ്ങളൊന്ന് നീട്ടണമേ. യേശുവേ, ഈശോയെ അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. കണ്ണുനീര് തുടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദീനരോധനം കേൾക്കണമേ. യേശുവേ, അവരുടെ കണ്ണുനീരിന് വിരാമമിടണമേ കർത്താവേ. ഇങ്ങനെയുള്ള എല്ലാ നിയോഗങ്ങളെയും ഞങ്ങൾ ചേർത്ത് വെക്കുന്ന കർത്താവേ, ഈ ബലിപീഠത്തെ ഞങ്ങൾ അതെല്ലാം സമർപ്പിക്കുന്ന ദൈവം സമർപ്പിക്കുന്നു. അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഉദരഫലം അനുഗ്രഹീതമായി മാറട്ടെ. ആമേൻ. അനവധി കുഞ്ഞുങ്ങൾ ദൈവത്തിന്റെ കൃപയാൽ സൃഷ്ടിക്കപ്പെടട്ടെ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, ആമേൻ. അവൻ അത്ഭുതവാനാണ്. അത്ഭുതവാനായ ദൈവത്തെ ആരാധിക്കാം. എന്തും ചെയ്തിടുമേ, അവൻ ഈ രാത്രിയിൽ അത്ഭുതം ചെയ്യുന്ന ദൈവത്തെ യേശു ആരാധിക്കാം. എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണേ. യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണ്. യേശു എന്തും ചെയ്തിടുമേ, അവൻ അതിശയവാനാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമീപസ്ഥനായിരിക്കുന്ന, ജീവിക്കുന്ന, ദിവ്യകാരുണ്യമായി നമ്മുടെ മുമ്പിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോയുടെ സന്നിധിയിലേക്ക് നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും എല്ലാം സമർപ്പിക്കാം. ഇപ്പോൾ ഒരു സഹോദരി ഇപ്രകാരം ഒരു മെസ്സേജ് ഇങ്ങനെ അയച്ചിരിക്കുകയാണ്. 26 വർഷമായി വാടക വീട്ടിൽ കഴിയുന്ന ഞങ്ങൾക്ക് സ്വന്തമായി ഒരു വീട് തന്ന് സഹായിക്കണമേ. പ്രിയപ്പെട്ടവരെ, 1-2 വർഷമല്ല, 26 വർഷമായി ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മുഴുവനും വാടക വീടുകൾ കയറിയിറങ്ങി വാടക വീടുകളിലൂടെ താമസിക്കുന്ന ഒരു സഹോദരി. അവൾ തൻ്റെ ഹൃദയഭാരം ഇവിടെ ഇറക്കി വെച്ചിരിക്കുക. നമുക്ക് ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഈശോയെ, ഈ രാത്രിയിൽ ആ കുടുംബത്തെ നീ സന്ദർശിക്കണമേ. നിന്നെ വിളിച്ചപേക്ഷിക്കുന്ന, ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്ന ആ സഹോദരങ്ങളുടെ നിലവിളിയുടെ മുൻപിൽ ഈശോയെ, ദിവ്യകാരുണ്യമേ, നീ ഇറങ്ങി വരണമേ. നീ അവർക്ക് ഉത്തരം കൊടുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോ, ഈ രാത്രിയിൽ ഇതുപോലെ വേദനിക്കുന്ന അനേകം മക്കളുണ്ട് കർത്താവേ. ഈ മഴക്കാലത്ത് വാസയോഗ്യമായൊരു ഭവനമില്ലാതെ എത്രയോ മക്കൾ വേദനിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് അഭയം കൊടുക്കാൻ സാധിക്കാതെ ഈശോയെ വേദനിക്കുന്ന മാതാപിതാക്കന്മാര്, ഭവനം പണി ആരംഭിച്ചിട്ട് പൂർത്തിയാക്കാൻ സാധിക്കാത്തവര്, ബാങ്കിൽ നിന്നും ലോൺ എടുത്ത് വീട് പണിതിട്ട് അത് പൂർത്തിയാകുമ്പോഴേക്കും കടബാധ്യതയാല് അത് കൈവിട്ടു പോകുന്നവര്. ഈശോ, അങ്ങേക്ക് ഈ വേദനയെല്ലാം അറിയാമല്ലോ. അങ്ങ് കാലിത്തൊഴുത്തിൽ പിറന്നവനാണല്ലോ കർത്താവേ. അങ്ങ് ഈ വേദനകളിലൂടെ എല്ലാം കടന്നു വന്നവനാണല്ലോ ഈശോ. ഈശോ, അങ്ങയുടെ സന്നിധിയിലേക്ക് ഇരുകരങ്ങളും ഉയർത്തി ഈശോ, സ്വന്തമായൊരു ഭവനമില്ലാത്ത പ്രിയപ്പെട്ടവരെ ഞങ്ങളിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ നിലവിളി അവിടുന്ന് കേൾക്കണമേ കർത്താവേ. അവർക്കൊരു ഉത്തരം കൊടുക്കണമേ ഈശോയെ. അവർക്ക് സമീപസ്ഥനായിട്ട് നീ കടന്നു വരണമേ കർത്താവേ. വാസയോഗ്യമായൊരു ഭവനം ഈശോ നിന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ രാത്രിയിൽ അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിലവിളി കേൾക്കുന്ന ദൈവമേ, കടന്നു വരണമേ ഈശോ. ഈശോയെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 കണ്ണീർ തുടയ്ക്കുന്ന കർത്താവേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, നമുക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ, വാതിൽ തുറന്നിടുമേ, നമുക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ, വാതിൽ അടച്ചിടുമേ, വൈരിയിൻ വാതിൽ അടച്ചിടുമേ. യേശു ഒരു വാതിൽ തുറന്നാൽ ആർക്കും അടപ്പാനാവതില്ല. യേശു
യേശു ഒരു വാതിൽ അടച്ചാൽ ആർക്കും തുറപ്പാനാവതില്ല. ഞങ്ങളുടെ മുമ്പിൽ വാതിലുകൾ തുറക്കുന്ന കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. ശാന്തമായിരിക്കാം. ഓ ഈശോയെ, അങ്ങയുടെ മുമ്പിൽ ഞങ്ങളിപ്പോൾ ആയിരിക്കുമ്പോൾ നിനക്ക് ഒരുപാട് ഇഷ്ടമുള്ള നിൻ്റെ ശുശ്രൂഷകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവമേ, പ്രേക്ഷിതർക്ക് വേണ്ടി, സുവിശേഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദൈവമേ, അവരിലൂടെയാണല്ലോ ഞങ്ങൾ വചനം അറിഞ്ഞത് കർത്താവേ. ദൈവവചനം ആരുടെ അടുത്തേക്ക് വന്നോ അവർ ദൈവങ്ങളെന്ന് വിളിക്കപ്പെട്ടു എന്നുള്ള വചനം ഞങ്ങൾ ഓർക്കുന്നു കർത്താവേ. അവരുടെ സമർപ്പണവും മുറിയപ്പെടലും പങ്കുവെക്കലുമാണല്ലോ ദൈവമേ സഭ ഭൂമുഖം മുഴുവൻ അങ്ങേ അറിയുവാനിടയായത്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദയവായി വലത്തുകരൊന്ന് ഈശോയുടെ മുമ്പിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരുമിച്ച് ഇപ്രകാരം നമുക്ക് ഏറ്റവും വലിയ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, നിന്റെ നാമത്തെ ലോകം മുഴുവൻ ഉയർത്തുന്ന എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി നിന്റെ തിരുവചനം ലോകം മുഴുവൻ പ്രഘോഷിക്കുന്ന എല്ലാ പ്രേക്ഷിതർക്കും വേണ്ടി എല്ലാ വൈദികർക്കും വേണ്ടി ആത്മായ പ്രേക്ഷിതർക്ക് വേണ്ടി സന്യസ്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, സുവിശേഷത്തിന്റെ പ്രചാരണത്തിനായി ജീവിതം സമർപ്പിച്ച ധ്യാന കേന്ദ്രങ്ങളെയും പ്രാർത്ഥനാ ഗ്രൂപ്പുകളെയും ഇപ്പോൾ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ ഉയർത്തുന്നു. അവരെ ചേർത്ത് പിടിക്കണമേ. സുവിശേഷകരുടെ കുടുംബങ്ങളെ തലമുറകളെ പൊതിഞ്ഞു പിടിക്കണമേ. ഹല്ലേലൂയ. രണ്ട് കരവും ഉയർത്തി എല്ലാ പ്രേക്ഷകർക്കും വേണ്ടി ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കാം. കൗൺസിലിംഗ് ചെയ്യുന്നവർ, മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നവർ, സുവിശേഷത്തിന്റെ പ്രചാരത്തിന് വേണ്ടി ദശാംശം കൊടുക്കുന്നവർ എല്ലാവരെയും ഈ രാത്രിയിൽ ഓർക്കണമേ ദൈവമേ. സഭയ്ക്ക് വേണ്ടി ബലിയായി തീരുന്ന വൈദികരെ ഓർക്കണമേ കർത്താവേ. എല്ലാ സുവിശേഷ വേലക്കാരെയും ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ. ധ്യാന കേന്ദ്രങ്ങൾ, വചന പ്രഘോഷണ മിനിസ്ട്രികൾ മേൽക്കുമേൽ അഭിഷേകം പ്രാപിക്കട്ടെ. അവരെ പൊതിയണമേ, അവരെ അനുഗ്രഹിക്കണമേ. എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കരങ്ങളടിച്ച് പരിശുദ്ധാത്മാവേ, ദാസരിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. എല്ലാവരും ചേർന്ന് എല്ലാ പ്രേക്ഷിതരും അവരുടെ കുടുംബങ്ങളിൽ, മിനിസ്ട്രികളിൽ പരിശുദ്ധാത്മാവേ, തിരുസഭയിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, സ്തോത്രം. എറണാകുളത്തു നിന്നും ലയ എന്ന സഹോദരി സാക്ഷ്യം എഴുതി അറിയിച്ചിരിക്കുകയാണ്. സഹോദരൻ്റെ സ്ഥലം വിലപ്പന നടന്നു കിട്ടുവാൻ ശാലോമിൻ്റെ യാഗരണ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ശാലോമിൽ ഫോണിൽ വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. കഴിഞ്ഞ മെയ് മാസത്തെ ജാഗരണ പ്രാർത്ഥനയിൽ ആരാധനയുടെ സമയത്ത് സ്ഥലം വിൽപ്പനയുടെ തടസ്സം മാറുവാൻ അച്ഛൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾ ശ്രദ്ധിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു പാർട്ടി വന്ന് സ്ഥലം കാണുകയും അഡ്വാൻസ് കൊടുത്ത് അധികം താമസിയാതെ ഇടപാടുകൾ തീർക്കുകയും ചെയ്തു. വലിയ കടബാധ്യതയിലായിരുന്ന സഹോദരനെ ഈശോ സഹായിച്ചു. പ്രാർത്ഥിച്ച ശാലോം ജാഗരണ പ്രാർത്ഥന ടീമിന് ഈശോയ്ക്കും 1000 നന്ദി. പ്രിയ ദൈവ പൈതലേ, വലിയ കടബാധ്യതയാൽ നീറുന്ന ഒരു വ്യക്തിയാണോ നീ? നാളുകളായി പ്രോപ്പർട്ടികളുണ്ട്, പക്ഷേ ഈ സ്ഥലമൊന്നും വിൽക്കാൻ പറ്റുന്നില്ല. അതുപോലെ ജപ്തി നോട്ടീസ് കയ്യിൽ കിട്ടിയ അവസ്ഥയിലായിരിക്കാം. ഈ സ്ഥലം ഒന്ന് വിറ്റ് കിട്ടിയിരുന്നുവെങ്കിൽ ദൈവമേ, എനിക്ക് ഈ കടക്കണിയിൽ നിന്നൊന്ന് മോചനം പ്രാപിക്കാമായിരുന്നല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട്
ഈ രാത്രി ആരാധനയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെയും ഹൃദയങ്ങൾ കർത്താവിൻ്റെ പക്കലേക്ക് ഉയരട്ടെ. ഇതാ ഞങ്ങൾ ഉയർത്തി. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങ് ഈ ശുശ്രൂഷയുടെ ചെയ്തുകൊണ്ടിരിക്കുന്ന വലിയ പ്രവൃത്തികൾക്കായി ഞങ്ങൾ നന്ദി പറയുക. നന്ദി പറയുന്നു കർത്താവേ. ഈ സഹോദരി തൻ്റെ സഹോദരൻ്റെ കടബാധ്യത മാറുവാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ വലിയ ബാധ്യതയിൽ നിന്നും അപമാനത്തിൽ നിന്നും ആ കുടുംബത്തെ രക്ഷിച്ച് അനുഗ്രഹിച്ച ദൈവമേ, സാമ്പത്തിക കടബാധ്യത തീർക്കുവാൻ വേണ്ടി സ്ഥലം വിൽക്കുവാനോ അതുമല്ല എങ്കിൽ മറ്റ് സാമ്പത്തികമായ ഇതുപോലുള്ള മറ്റേതെങ്കിലും കുടുക്കുകളിൽ കിടക്കുന്നവരായിരിക്കാം, വായ്പ കൊടുത്തിട്ട് തിരികെ കിട്ടാത്തവരായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഈശോയുടെ പക്കലേക്ക് കൊടുക്കുക. കർത്താവേ, അങ്ങയുടെ കരങ്ങൾ ഈ രാത്രിയിൽ എൻ്റെ മേലൊന്ന് നീട്ടണമേ എന്ന് ആഗ്രഹത്തോടെ ഹൃദയം നുറുങ്ങി യേശുവേ യേശുവേ ഒന്ന് സഹായിക്കണമേ എന്ന് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുന്ന പോകാത്ത കരം ഉയർത്തണമേ, തള്ളിക്കളയരുതേ, അഴിക്കണമേ. എത്ര നല്ലവൻ മതിയായവൻ നമ്മെ കരുതുന്ന കർത്തനവൻ. എത്ര നല്ലവൻ മതിയായവൻ നമ്മെ കരുതുന്ന കർത്തനവൻ. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. നമ്മുടെ ആവശ്യങ്ങൾ എല്ലാം അറിഞ്ഞിടുന്ന ഏറ്റവും അടുത്ത സഹായകൻ താൻ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ, അനുഗമിച്ചിടും അവനുടെ ചുവടുകളെ. ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച്. നമ്മെ വഴി നടത്തുന്ന ഈശോയെ നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരെ, ഒരമ്മ തൻ്റെ നേഴ്സിംഗ് പഠിക്കുന്ന മകൾക്ക് വേണ്ടി എഴുതിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാപേക്ഷയാണ് നമ്മൾ വായിച്ചു കേൾക്കുന്നത്. എൻ്റെ മകൾ 3rd ഇയർ നേഴ്സിങ്ങിന് ഫെയിലായി. അതിൻ്റെ മനോവിഷമത്തിൽ വീണ്ടും എക്സാം എഴുതുവാൻ അവൾ തയ്യാറാകുന്നില്ല. എല്ലാവരോടും മോശമായി പെരുമാറുകയും ചീത്ത വാക്കുകൾ പറയുകയും ചെയ്യുന്നു. വെള്ളിയാഴ്ചത്തെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പ്രിയപ്പെട്ടവരെ, ഈ മകളുടെ വേദന, അമ്മയുടെ വേദന ഇപ്പോൾ നമുക്ക് ഏറ്റെടുക്കാം. ആ മകൾക്ക് വേണ്ടി, ആ കുഞ്ഞിന് വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എൻ്റെ ശരീരവും മനസ്സും ക്ഷീണിച്ചു പോയേക്കാം, എന്നാൽ ദൈവമാണ് എൻ്റെ ബലം. അവിടുന്നാണ് എന്നേക്കുമുള്ള എൻ്റെ ഓഹരി. അതെ, പരീക്ഷയിൽ പരാജയപ്പെട്ട് ആ കുഞ്ഞിൻ്റെ ശരീരവും മനസ്സും എല്ലാം ക്ഷീണിച്ചു പോയി. അവൾ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോയ അവസ്ഥ. നമുക്കൊരു നിമിഷം നമ്മുടെ കരങ്ങൾ ആ കുഞ്ഞിന് വേണ്ടി, ആ മകൾക്ക് വേണ്ടി ഈശോയുടെ സന്നിധിയിലേക്കൊന്ന് ഉയർത്താം. ഈ രാത്രിയിൽ കർത്താവ് അവളെ എഴുന്നേൽപ്പിക്കട്ടെ, കർത്താവ് അവളെ സൗഖ്യപ്പെടുത്തട്ടെ. വീണ്ടും പഠിക്കുവാനും പരീക്ഷ എഴുതുവാനുമുള്ള വലിയ ശക്തി, ധൈര്യം ആ കുഞ്ഞിന് കർത്താവ് കൊടുക്കട്ടെ. അതോടൊപ്പം പ്രിയപ്പെട്ടവരെ, ഈ ഉയർത്തിപ്പിടിച്ച കരങ്ങളിൽ നമ്മുടെ ഓരോരുത്തരുടെയും വേദനകളെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ വേദനകളെ സമർപ്പിക്കാം. ഒരുപക്ഷെ മക്കളെക്കുറിച്ച്, മകനെക്കുറിച്ച്, മകളെക്കുറിച്ച് ഈ രാത്രിയിൽ അതിയായി വേദനിക്കുന്ന ഒരു മാതാവോ പിതാവോ ആണോ എങ്കിൽ കരങ്ങളിൽ ആ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുക. അവരുടെ പരീക്ഷയെക്കുറിച്ച്, അവരുടെ ജോലി മേഖലയെക്കുറിച്ച്, അവരുടെ പരീക്ഷാ വിജയത്തെക്കുറിച്ചൊക്കെ ആകുലപ്പെട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്താം. അതെ, പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നമുക്ക് ഉത്തരം തരും. നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. നമുക്ക് മറുപടി തരുന്ന കർത്താവ്, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്ന കർത്താവ്, നമ്മുടെ മക്കളെ അനുഗ്രഹിക്കുന്ന കർത്താവ് ഈ രാത്രിയിൽ നമ്മുടെ ഭവനങ്ങളിലേക്ക് എഴുന്നള്ളി വരുന്നു, നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. 2 കരങ്ങളും ഈശോയുടെ സന്നിധിയിലേക്ക് ഉയർത്തി നിലവിളിയോടെ, പ്രാർത്ഥനയോടെ ഈശോയെ നമുക്ക് ആരാധിക്കാം. കർത്താവേ, ഞങ്ങളെ സുഖപ്പെടുത്തണമേ, ഞങ്ങളെ സൗഖ്യപ്പെടുത്തണമേ, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, അവരുടെ പരീക്ഷകളിൽ നല്ല വിജയം കൊടുക്കണമേ, അവരുടെ നിരാശകളിൽ കർത്താവേ പ്രത്യാശ കൊടുത്ത് അനുഗ്രഹിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മക്കളെ കുറിച്ചുള്ള എല്ലാ ആകുലതകളെയും
പ്രാർത്ഥിക്കുന്നു. ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. കരങ്ങൾ ഉയർത്തി. കർത്താവ് തന്റെ പുത്രരെ പഠിപ്പിക്കും. അവർ ശ്രേയസാർജിക്കും. ആരുമില്ലപ്പാ, ഈശോ ആരുമില്ലപ്പാ, ആരും സഹായത്തിനില്ല. ദൈവമേ, ഞങ്ങളെ സഹായിക്കാൻ, ഞങ്ങളെ രക്ഷിക്കാൻ അങ്ങ് മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ ഏറ്റുപറഞ്ഞ് ആരാധിക്കുന്ന ദൈവമേ, ഈശോയെ വീണ്ടും അങ്ങയുടെ കരുണയ്ക്കായി അങ്ങയുടെ ജനം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവമേ, ഞങ്ങളും ദൈവമേ മാനവകുലം മുഴുവൻ അങ്ങയോടും ഈ സൃഷ്ടപ്രപഞ്ചത്തോടും ചെയ്ത വീഴ്ചകൾക്ക് മാപ്പ് തരണമേ. അതുമൂലമാകാൻ ഞങ്ങൾ ഓർക്കുന്നു ദൈവമേ. ഞങ്ങളുടെ കാലാവസ്ഥ മുഴുവൻ മാറിപ്പോയിരിക്കുന്നു കർത്താവേ. ദൈവമേ, ഭൂമിയിൽ പാപം പെരുകുന്നത് ഞങ്ങൾ കാണുന്നു ദൈവമേ. ഒരു വാർത്ത വായിച്ചു ഓർക്കുന്നു, പല രാജ്യങ്ങളിലും കാലാവസ്ഥ വ്യതിയാനം മൂലം അനേകർ മരണമടയുന്നു. കർത്താവേ, നിന്റെ കരുണയ്ക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നാട് ദൈവമേ ഒരുപാട് പകർച്ചപ്പനികളിലൂടെ, പകർച്ചവ്യാധികളിലൂടെ കടന്നു പോകുന്നു. ഇന്ത്യയിലെ ഒട്ടനവധി സംസ്ഥാനങ്ങൾ ദൈവമേ പ്രളയക്കെടുതികൾ നേരിടുന്നു. ദൈവമേ, ഈ വർഷകാലം സൃഷ്ടിച്ച മഴക്കെടുതികൾ സൃഷ്ടിച്ച ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളോടും മാനവകുലത്തോടും കരുണ കാണിക്കണമേ. എല്ലാ രാജ്യങ്ങളെ ഏറ്റെടുക്കണമേ. നിന്റെ കരുണയ്ക്കായി കരം ഉയർത്തി പ്രാർത്ഥിക്കുന്നു. കാലാവസ്ഥയുടെ അധിപനായ യേശുവേ, മാനവകുലത്തെ ശിക്ഷിക്കരുതേ, ഞങ്ങളുടെ നാടിനെ ശിക്ഷിക്കരുതേ. പനികളിൽ നിന്ന്, കെടുതികളിൽ നിന്ന് ഞങ്ങളുടെ ഭാരതത്തെ, രാജ്യത്തെ രക്ഷിക്കണമേ. എല്ലാ രാജ്യങ്ങളെയും അനുഗ്രഹിക്കണമേ. സൃഷ്ടപ്രപഞ്ചത്തിനും മനുഷ്യർക്കും അനുഗ്രഹപ്രദമാകുന്ന കാലാവസ്ഥ നൽകണമേ യേശുവേ. പ്രാർത്ഥിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ദൂതന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ, സമർപ്പിക്കട്ടെ. ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പ്രാർത്ഥിക്കുന്നു. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. യൂദന്മാരുടെ രാജാവായ നസ്രായനാമീശോയെ, ഇടിയിൽ നിന്നും മിന്നലിൽ നിന്നും ഭീകരമാം കാറ്റിൽ നിന്നും പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. പെട്ടെന്നുള്ള മൃതിയിൽ നിന്നും ഞങ്ങളെയെല്ലാം രക്ഷിക്കാം. പരിശുദ്ധ പരമാദിവ്യകാരുണ്യേശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, നമുക്കേറെ സ്നേഹത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ സാധിക്കുമെങ്കിൽ ഒന്ന് മുട്ടുമേ നിൽക്കാം. ഭവനങ്ങളിലായിരിക്കുന്നവർ ടെലിവിഷൻ സ്ക്രീനിൻ്റെ മുമ്പിൽ ഒന്ന് മുട്ടുമേ നിൽക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ശാലോമിലേക്ക് വന്ന ചില പ്രാർത്ഥനാ നിയോഗങ്ങൾ മാത്രമാണ് ഞങ്ങളുടെ പങ്കുവെച്ച് പ്രാർത്ഥിച്ചത്. എന്നാൽ നിങ്ങളുടെ നിയോഗങ്ങൾ, വ്യക്തിപരമായ നിയോഗങ്ങൾ ഒരുപക്ഷെ ഇവിടെ വായിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്തിട്ടില്ലായിരിക്കാം. കർത്താവിൻ്റെ പക്കലേക്ക് ഒന്ന് യാചനയോടെ പിടിക്കുക. തകർന്ന കുടുംബ ബന്ധങ്ങൾ, മക്കളെ ഓർത്ത് ഭാരപ്പെടുന്നവർ, വിവാഹം നടക്കാത്തതിൻ്റെ നൊമ്പരങ്ങളിൽ കഴിയുന്നവർ, ദൈവമേ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവർ, ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടും രക്ഷ പ്രാപിക്കാത്തവർ, തമ്പുരാനെ ഈ രാത്രിയിൽ ജീവിത പങ്കാളിയുടെ വഴിവിട്ട ജീവിതങ്ങളും ദുർനിർപ്പലും ഓർത്ത് കരയുന്നവർ, മക്കളുടെ വഴിവിട്ട ബന്ധങ്ങളെ ഓർത്ത് കണ്ണീരൊഴുക്കുന്നവർ, നാഥ വിവിധ നിയമങ്ങളോടെ നിന്റെ മക്കൾ യാചനയോടെ നിൽക്കുന്ന നിന്റെ മക്കളെ നീ സന്ദർശിക്കണമേ. പ്രിയ ദൈവമക്കളെ, കരങ്ങൾ അല്പം ഈശോയുടെ മക്കളേക്ക് ഉയർത്തിപ്പിടിക്കുക. നിങ്ങളുടെ ഹൃദയ കണ്ണുകളൊന്ന് അടയ്ക്കാം. നിങ്ങളുടെ കണ്ണുകൾ അടച്ച് കർത്താവിൻ്റെ പക്കലേക്ക് കണ്ണുനീർത്തുള്ളികൾ വീഴട്ടെ. തമ്പുരാനെ, അവിടെ നിന്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ വീട്ടിലേക്കൊന്ന് വരണമേ ഈശോ. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ എത്രയോ സാക്ഷ്യങ്ങൾ ഞങ്ങൾ വായിച്ചു കേട്ടു. നാഥ, അവിടുന്ന് ഞങ്ങളെ തള്ളിക്കളയരുതേ.
ഈശോ അങ്ങയുടെ മുറിവേറ്റ കരങ്ങള് എന്റെ ഭവനത്തിന്റെ മേലൊന്ന് നീട്ടണമേ. നീട്ടണമേ. എന്റെ ദാമ്പത്യ ബന്ധത്തിന്റെ മേലൊന്ന് നീട്ടണമേ. ഈശോയെ. എന്റെ മക്കളുടെ മേലൊന്ന് നീട്ടണമേ. ആമേൻ. കർത്താവേ, എന്നെ രക്ഷിക്കാൻ ഇവിടെ ആരുമില്ല. ദൈവമേ സഹായിക്കണമേ. ഈശോയുടെ മക്കളിലേക്ക് യാതനയോടെ കരങ്ങൾ നീട്ടി യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, 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 എന്റെ ഈശോയെ. അപ്പാ, ഹല്ലേലൂയ. എല്ലാ നിയോഗങ്ങളുടെ മേലും അലിവ് കാണിക്കണമേ. ഈശോയെ, എന്റെ മക്കളുടെ കണ്ണുനീർ തുടയ്ക്കണമേ. അത്ഭുതങ്ങളുടെ മക്കളുടെ രാത്രിയിൽ മേൽ നീട്ടണമേ. നിന്റെ വീര്യം ശാലോമിലേക്ക് പ്രാർത്ഥന ചോദിച്ച സകല മക്കളെ നീ സന്ദർശിക്കണമേ. ശാലോം ടെലിവിഷൻ തിരുസഭയിൽ സംഭവിക്കട്ടെ, കുടുംബങ്ങളിൽ സംഭവിക്കട്ടെ. ഹൃദയം വിങ്ങും നൊമ്പരവും കരളിൽ നിറയും കണ്ണീരുമാ നീറും മനസ്സിൽ ഭാരവുമാ നിൽക്കുന്നു ദൈവമേ നിന്റെ മുൻപിൽ കരുണയാൽ നോക്കേണമേ. ഈശോ. കണ്ണീർ തുടയ്ക്കേണമേ. കരുണയാൽ നോക്കേണമേ. കണ്ണീർ തുടയ്ക്കേണമേ. ശാന്തമായി ഇരുന്നു കൊണ്ട് ഒരു നിമിഷം ശാലോം മിനിസ്ട്രിക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥന ഞങ്ങൾ ചോദിക്കുകയാണ്. ഈ അനുഗ്രഹത്തിൻ്റെ ശുശ്രൂഷ ലോകത്തിൻ്റെ ഏത് കോണിൽ വരെ എത്തുവാൻ തക്ക തരത്തിൽ ദൈവം ശാലോമിനെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റുന്ന ഈശോ. ഈ അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയെയും മിനിസ്ട്രിയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു. നന്ദി പറയുന്നു കർത്താവേ. ശാലോമിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ദയവായി നിങ്ങളൊന്ന് ഓർക്കാമോ? കർത്താവിൻ്റെ കരുണ ലോകത്തിൻ്റെ അങ്ങേയറ്റം വരെ എത്തുവാൻ, ദൈവത്തിൻ്റെ വചനം എത്തുവാൻ ശാലോം മിനിസ്ട്രി അന്ന് അനുഗ്രഹിക്കണമേ എന്ന് നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് പ്രാർത്ഥിക്കണം. ഈശോയെ. ശാലോമിൻ്റെ എല്ലാ ശുശ്രൂഷകർക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാമോ? പ്രാർത്ഥിക്കുന്നു ദൈവം. ലോകം മുഴുവനും വ്യാപരിച്ച് കിടക്കുന്ന ശാലോം മിനിസ്ട്രി ഒന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. ആശീർവദിക്കണമേ. അതോടൊപ്പം പ്രിയമുള്ളവരെ, ശാലോമിൻ്റെ പ്രധാനപ്പെട്ട ഒരു ദൈവം നൽകിയ ഒരു താലന്താണ് ശാലോം മാഗസിൻ, ശാലോം മാസിക. ഒരുപക്ഷെ നിങ്ങൾ ടെലിവിഷൻ പറ്റി അറിഞ്ഞിട്ടുണ്ടാവാം. പ്രാർത്ഥിക്കുന്നു. എന്നാൽ ശാലോമിൻ്റെ ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള മാസികകളുണ്ട്. ഈ മാസികയുടെ എല്ലാ വായനക്കാരെയും നമുക്ക് ദൈവകാര്യങ്ങളിൽ സമർപ്പിക്കാം. ഒരുപാട് വിജാതിയരിലേക്ക്, ജയിലുകളിലേക്ക്, അതുപോലെ തന്നെ ലൈബ്രറികളിലേക്കെല്ലാം ഈ മാസിക അയക്കപ്പെടുന്നുണ്ട്. ഇതിലൂടെ അനവധി വിജാതിരും സ്വജാതിരുമെല്ലാം ഒരുപാട് മനുഷ്യര് യേശുവിനെ അറിഞ്ഞിട്ടുണ്ട്. ഇതിനെല്ലാം വായനക്കാരെയും ഒന്ന് അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിക്കാമോ? ദയവായി നിങ്ങളുടെ കരങ്ങൾ ഉയർത്തിപ്പിടിക്കാമോ? ഇത് 10, 50, 100 കോപ്പി വീതം എടുത്തുകൊണ്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതിന് പ്രചാരകരായി സുവിശേഷകരായി നിൽക്കുന്ന സുവിശേഷകർക്ക് വേണ്ടി ഒന്ന് കരങ്ങൾ ഉയർത്താമോ? ശാലോം മാസികയെ അനുഗ്രഹിക്കണമേ. ശാലോം TV അനുഗ്രഹിച്ചതുപോലെ ശാലോമിന്റെ ഈ മാസികയും അനുഗ്രഹിക്കണമേ എന്ന് ജാഗരണ പ്രാർത്ഥന ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കാം. തിരുനാമത്തിന്റെ മഹത്വത്തിനായി ഈ മിനിസ്ട്രിയെ, ഈ മാധ്യമ ശുശ്രൂഷ അങ്ങ് അനുഗ്രഹിക്കണമേ കർത്താവേ. അനേകരെ രക്ഷയുടെ തീരത്തേക്ക് അനയിക്കാൻ ശാലോം മാസികയുടെ മേൽ നിന്റെ കൈകൾ വെക്കണമേ കർത്താവേ. ഇതിനെ ആശീർവദിച്ച് വിഭജിച്ച് ലോക ജനതയ്ക്കൊരു അനുഗ്രഹമാക്കി മാറ്റണമേ. വിശ്വാസ സമൂഹത്തിന് ഒരു ഉണർത്തുപാട്ടായി മാറ്റണമേ ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ മണ്ണിൽ സുവിശേഷ യാത്ര ചെയ്യാ നീ കൂടെയുണ്ടാകണേ. പരിശുദ്ധാത്മാവിനെ ശാലോമിൽ പടരണമേ. നിത്യസഹായ
പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ശാലോം ടെലിവിഷനിലൂടെ ലോകം മുഴുവനിലേക്ക് അങ്ങയുടെ കൃപകൾ വർഷിച്ചു കൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ശാലോമിൽ ഈ രാത്രി മുഴുവനും ശാലോമിൻ്റെ ആലയത്തിൽ മധ്യസ്ഥ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ നമ്മൾ ദൈവ ആരാധനയിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മളോട് വചനം പങ്കുവെച്ച ബെന്നി ബ്രദറും ബഹുമാനപ്പെട്ട ജോർജ് അച്ഛനും കൂടെ ടീമങ്ങൾ നമുക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ ആരാധനയ്ക്കായി നമ്മളെ ഒരുക്കുകയാണ്. നമുക്കറിയാം, ഏറ്റവും വലുത് ദിവ്യകാരുണ്യത്തിൻ്റെ സന്ദർശനമാണ്. ഈ ആരാധനയിലൂടെ നമ്മുടെ ജീവിതങ്ങൾ ഇടപെടും. ആ ബോധ്യത്തോടെ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി നമ്മൾ സ്വസ്ഥാനങ്ങളിൽ ശാന്തമായിരിക്കാം, ഈശോയെ സ്വീകരിക്കാം.